മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം, വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, ബാബുസറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് ആഫിൽ എക്സാമിനേഷന് പഠിക്കാനുള്ള മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് സപ്നെ കാ ഭി ഹക്ക് നഹീ, സ്വപ്നം കാണാൻ പോലും അവകാശമില്ല എന്നുള്ളത്. ഓക്കെ, കവിതയാണിത്. ഡോക്ടർ ജെ ബാബുവിന്റെ കവിതയാണ്. ഈ കവിതയുടെ വരികൾ 6 വരികൾ നിങ്ങൾക്ക് തന്നിട്ട് ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. 6 മാർക്കാണ് ഇതിന് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ മക്കളെ, ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. നോക്കൂ, സപ്നെ കാ ഭി ഹക്ക് നഹീ, സപ്നെ കാ ഭി ഹക്ക് നഹീ, സ്വപ്നം കാണാൻ പോലും അവകാശമില്ല. കവിതയാണ്, ഡോക്ടർ ജെ ബാബു ആണ്. ഓക്കെ, നോക്കൂ കവിതാക്ക ആസ്വാദന ടിപ്പണിയിലേക്ക്. കവിതയുടെ ഏത് വരികൾ തന്നാലും അത് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം ഏത് കവിതയാണ് ഇത്. ഓക്കെ, അത് ഡോക്ടർ ജെ ബാബു ആണ് എഴുതിയതെന്നും സ്വപ്നെ കാ ഭി ഹക്ക് നഹീ എന്ന് പറഞ്ഞ പാഠത്തിലെ കവിതയാണ് എന്നും നമുക്ക് മനസ്സിലാക്കണം. കവിതകൾ മാറിപ്പോകാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ എഴുതുക. ഇങ്ങനെയാണ് എഴുതുന്നത്. നോക്കൂ മക്കളെ, ഡോക്ടർ ജെ ബാബുവിനെ ലിഖേ ഹുയെ, ഡോക്ടർ ജെ ബാബു എഴുതിയിട്ടുള്ള ഏക് പ്രസിദ്ധ കവിത ഹെ, ഒരു വളരെ പ്രസിദ്ധമായ കവിതയാണ് സപ്നെ കാ ഭി ഹക്ക് നഹീ, സ്വപ്നം കാണാൻ പോലും അവകാശമില്ല എന്നുള്ളത്. ഹിന്ദിതര പ്രദേശമൊക്കെ, ഹിന്ദി അല്ലാത്ത പ്രദേശങ്ങളിലെ ലേഖകന്മാരിൽ ഉൻക മഹത്വപൂർണ്ണ സ്ഥാൻ ഹെ. ഈ ഡോക്ടർ ജെ ബാബുവിന് വളരെ ഫേമസ് ആയ സ്ഥാനമുണ്ട്. ഹിന്ദി അല്ലാത്ത പ്രദേശത്ത് നിന്ന് ഹിന്ദി എന്ന ആളാണ്. മുക്തധാര, ഉലച്ചൻ ആദി ഉനക്ക് പ്രസിദ്ധ രചന ഹെ. മുക്തധാര എന്നുള്ളതും ഉലച്ചൻ എന്നുള്ളതും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രചനകളാണ്. ഈസ് കവിതാമേ, എന്നാൽ ഈ കവിത സപ്നെ കാ ഭി ഹക്ക് നഹീ എന്ന് പറഞ്ഞ ഈ കവിതയിൽ കവിതാമേം സാധാരണ സേ സാധാരണ ഏക് മസ്ദൂരിൻ കി, സാധാരണക്കാരിൽ സാധാരണക്കായ ഒരു തൊഴിലാളി സ്ത്രീയുടെ അവസ്ഥ ചിത്രം ഹെ, അവസ്ഥയുടെ ചിത്രമാണ് കവിതയിലൂടെ കാണുന്നത്. നോക്കൂ, ഉദാരീകരണം എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം. സമാജിക്ക് ഏക് ന്യൂൻ വർഗക്കോ, അതായത് ആഗോളവൽക്കരണം സമൂഹത്തിലെ ഒരു ന്യൂനവർഗത്തെ, വളരെ കുറഞ്ഞ ആളുകളെ എന്താക്കുന്നു? കുച്ച്കി വർഷോമേ, കുറച്ച് വർഷങ്ങൾക്കിടയിൽ സമൃദ്ധി ദേഡാലി ഹേ, വളരെ സമ്പന്നരാക്കി മാറ്റി. തോ ദൂസരി ഓർ മറുവശത്ത് ഗരീബുക്കോ ഓർ ബി ഗരീബ് ബനാ ഡാലാ ഹേ, ദരിദ്രരെ കൂടുതൽ ദരിദ്രമാക്കി. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വളർച്ച എങ്ങനെയെന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും വന്നപ്പോൾ ലോകത്തിലെ മൂലധന ശക്തികളായ കുറച്ച് ആളുകൾ അവർ റോക്കറ്റ് പോലെ ഉയരങ്ങളിലേക്ക് കുത്തനെ അവർ വലുതായി. ആ സമയത്ത് സാധാരണക്കാർ താഴേക്ക് കൂപ്പുകുത്തി പോവുകയും ചെയ്തു. അപ്പോൾ സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ച ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരായി മാറുകയും എന്ന് പറഞ്ഞാൽ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അകലം വളരെ അകലത്തിൽ നിൽക്കുക. ഒരിക്കലും അത് ഈക്വൽ ആയിട്ട് വരുന്നില്ല. ഇതാണ് ആഗോളവൽക്കരണം ഉദാരവൽക്കരണം കൊണ്ട് നടന്നത്. ഇൻ ഗരീബോം കി ഹാലത്ത്, അതുകൊണ്ട് തന്നെ ഈ ദരിദ്രരുടെ അവസ്ഥ ഇത്രയും ദയനീയമാണ്. കി വേ സുഹാവനെ സ്വപ്നെ നഹീ ദേഖ് പാത്തെ, മനോഹരമായ ഒരു സ്വപ്നം കാണാൻ പോലും അവർക്ക് അവകാശമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ. സ്വപ്നെ മേ ബി കടുവി സച്ചായി ഉനെ ഡരാത്തി, കാരണം സ്വപ്നം കാണാൻ കിടക്കുന്ന സമയത്തും ഭീകരമായ യാഥാർത്ഥ്യങ്ങൾ അവരുടെ സ്വപ്നത്തെ തകർത്ത് കളയുന്നു, അവരുടെ ഉറക്കം കെടുത്തുന്നു. അവർക്ക് സ്വപ്നം കാണാൻ കഴിയുന്നില്ല. ഓക്കെ, ഉദാരീകരൺ കെ ഇസ് ശ്യാം പക്ഷി ഓർ, അതായത് ആഗോളവൽക്കരണത്തിന്റെ ഉദാരവൽക്കരണത്തിന്റെ ഈ വൈകിയ വേളയിൽ, ശ്യാം പക്ഷിപ്പറന്ന് ഉദ്ദേശിച്ചത് വൈകിയ വേളയിൽ, ശ്യാം പക്ഷി കിയോർ, ഈ വൈകിയ വേളയിലേക്ക് കവിത ഇഷാര കർത്തിയെ, കവിത നമ്മെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. എന്നിട്ട് നോക്കൂ, ഏക്ക് കമരെ വാലി ചോമ്പടിമേ, ഒരൊറ്റ മുറിയുള്ള കുടിലിൽ, ചോമ്പടി എന്ന് പറഞ്ഞാൽ വീടല്ല, കുടിലിൽ, രഹിനെ വാലി മസ്ദൂരിൻ, താമസിക്കുന്ന ഒരു സ്ത്രീ തൊഴിലാളി, ബച്ചോക്കെ സോ ജാനേക്ക് ബാദ്, കുട്ടികളൊക്കെ ഉറങ്ങിയതിനു ശേഷം ഖുദ് നീന്തുമേ ഡൂബ് ജാത്തി, സ്വയം ഉറക്കത്തിലേക്ക് അവർ വീഴുന്നു. അപ്പനി ചോമ്പടിക്ക് ജഗർ, അവൾ എന്നിട്ട് കാണുന്ന സ്വപ്നം എങ്ങനെയാണ്? അവളുടെ ആ കുടിലിന്റെ സ്ഥാനത്ത് ഇമാരത്ത് കാ സ്വപ്നാദിക്തെ, ഒരു വലിയ കെട്ടിടമാണ് അവൾ തന്റേതായിട്ട് സ്വപ്നം കാണുന്നത്. ഇസ്കെ നയേ ഗർമേ, അവളുടെ പുതിയ ഉണ്ടാക്കിയ വീടിനകത്ത് കാനേ പീനേക്ക് അലഗ് കമരയ്ക്ക്, തിന്നാനും കുടിക്കാനും ഒക്കെ വേറെ വേറെ റൂമുകൾ പ്രത്യേകമുണ്ട്. പൂജാക്ക അലഗ് കമര, പൂജയ്ക്ക് വേറെ റൂമുണ്ട്. ഊപ്പർക്കി മഞ്ചിൽ മേഹെ, അത് 2ാമത്തെ നിലയിലാണ്. മക്കാൻ കി ചത്ത് കോൺക്രീറ്റ് കെ, വീടിന്റെ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്താണ്. അവൾ കുടിലിൽ നിന്ന് സ്വപ്നം കാണുകയാണ്, ഞാൻ ഇങ്ങനത്തെ വീടാണ് ഉണ്ടാവുക എന്നുള്ളത്. ജമീൻ പർ സംഗമർമർ ഹെ, അവളുടെ വീടിന്റെ തറയിൽ സംഗമർമർ മാർബിൾ ആണ് ഉണ്ടാവുക. ഗർമേം മേജ് കുർസിയാം, വീടിന്റെ അകത്ത് ഇഷ്ടം പോലെ ടേബിളും ചെയറും ഉണ്ടാവും. ടി വി ഉണ്ടാവും. ഹോം തിയേറ്റർ ജൈസി സാരി ചീസ്, ഹോം തിയേറ്റർ മുതലായ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. രസോയിഗർ കി ഷാൻ ബിഡാനെക്കിലി, രസോയിഗർ എന്ന് പറഞ്ഞാൽ കിച്ചൺ ആണ്. കിച്ചന്റെ പ്രൗഢി ഷാൻ ബിഡാനെക്കിലി, ഒന്ന് പ്രൗഢി ഉയർത്താൻ വേണ്ടിയിട്ട്
ഫ്രിഡ്ജ് ഓർ മൈക്രോവേവ് ഹേ, ഫ്രിഡ്ജും മൈക്രോവേവ് എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട് അവളുടെ ഉണ്ടാക്കുന്ന വീടിന്റെ അകത്ത്. ഓക്കെ. സപ്നയ്ക്ക് ഷാൻമേം, അവളുടെ സ്വപ്നത്തിൽ സോനേവാലി മസ്ദൂരിൻ ബഡീ സബേരെ ഉടനേക്കോ ഭൂൽ ഗയി, അവൾ അതിരാവിലെ സ്വപ്നം കണ്ടു കിടക്കുന്ന ആ തൊഴിലാളി സ്ത്രീ അതിരാവിലെ എഴുന്നേക്കാൻ മറന്നുപോയി. വൽ മാസരിക്ക് സുരക്ഷാമേ, അവൾ കൊതുകുവലയുടെ സുരക്ഷിതത്തിൽ അങ്ങനെ കിടക്കുക. ധൂപ്പ് കെ ഫൈലിനെ തക്ക നീന്തുമേ പഴിയിലെത്തി, അവൾ വെയിൽ വന്നിട്ട് അവളെ സൂര്യരശ്മികൾ വന്ന് അവളെ മുഖത്ത് നിറയുന്നത് വരെ അവൾ കുറേ നേരം വരെ രാവിലെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഒരു 8-8:30 മണിയൊക്കെ ആവുമല്ലോ സ്വാഭാവികം. ലേക്കിൻ സപ്നയ്ക്ക് അന്തമേ, എന്നാൽ ആ സ്വപ്നം പൂർണ്ണമായി തീരുന്നതിന് മുൻപ് കടുവി സച്ചായി, അപ്പോൾ കടുവി സച്ചായി കയ്പുള്ള ഒരു സത്യം, എന്നാൽ കഠിനമായ ഒരു യാഥാർത്ഥ്യം. ബാങ്ക് നോട്ടീസ് കെ റൂമേ ആദക്തി ഹേ, പോസ്റ്റ്മാൻ വന്ന് ബാങ്ക് നോട്ടീസ് അവളെ വീട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അത് കണ്ടാണ് അവൾ അത് തട്ടിയാണ്, അല്ലെങ്കിൽ അത് ആ കത്ത് കൊടുക്കാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് ആ നോട്ടീസ് കൈ കിട്ടുമ്പോൾ അവൾ ഞെട്ടിപ്പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവൾ കണ്ട സ്വപ്നത്തെ പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല. ആ കുടിൽ പോലും ജപ്തി ചെയ്യാൻ വേണ്ടി നടപടികൾ വന്നിരിക്കുന്നു. അപ്പോഴാണ് അവൾ തൻ്റെ ഈ കുടിലിൻ്റെ സ്ഥാനത്ത് മനോഹരമായ ഒരു കൊട്ടാര സദൃശ്യമായ വീട് തനിക്ക് ഉണ്ടാകുന്നതും അതിൻ്റെ ബാക്കിയുള്ള റൂമുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാത്ത ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ജയബാബു ഈ കവിത എഴുതിയിരിക്കുന്നത്. സോറി. അപ്പോൾ അതുകൊണ്ട് ഈ കവിത വളരെ ഗംഭീരമായിട്ട് പഠിക്കുക. നമുക്ക് 6 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ. ഇതുപോലെ മറ്റു പാഠങ്ങളെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.